സീറോ ഓവറിലേക്ക് വീണ്ടും ഇപ്പോൾ ലഭിച്ചൊരു പ്രധാന വാർത്തയിലേക്ക് പോകുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസിന് കോടതിയുടെ അന്ത്യശാസനം. ഇന്ന് ഉച്ചയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വടകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചു. കേസ് 2:30 വീണ്ടും പരിഗണിക്കും. അജി കുഞ്ഞുമോൻ വിശദാംശങ്ങൾ നൽകും. അജി, ഇന്നിപ്പോൾ ഈ പരാതിക്കാരൻ ഹർജി പരിഗണിച്ച സമയത്ത് ഇത് ഇന്ന് ഉച്ചയ്ക്ക് 1:30 മണിക്ക് തന്നെ തിടുക്കത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി ആവശ്യപ്പെടാനുണ്ടായ ഒരു സാഹചര്യം എന്തായാലും സൈഫു നിരവധി തവണ കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ. അപ്പോഴൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് സമയം ചോദിച്ച ഒരു പശ്ചാത്തലമായിരുന്നു. അപ്പോൾ ഇന്ന് കോടതി ഈ കേസ് വടകര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേസ് പരിഗണിച്ചപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 2:30 കേസ് വീണ്ടും പരിഗണിക്കും. അപ്പോൾ ഈ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കണമെന്ന് പോലീസിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. ഈ പരാതിക്കാരനായ MSF നേതാവ് കാസിം ഇതിനു മുൻപ് ഹൈക്കോടതിയിൽ ഹർജിയുമായി പോയി. അന്ന് ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കേണ്ടത് കീഴ്ക്കോടതിയാണെന്നും ഇതിനെ തുടർന്നാണ് ഈ കാസിം കീഴ്ക്കോടതിയായ വടകര 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമീപിച്ചത്. കാസിം ഉയർത്തിയ പ്രധാനപ്പെട്ട 3 വാദമുഖങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ആരെയും പ്രതിപട്ടികയിൽ ചേർക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പല ആളുകളെയും ചോദ്യം ചെയ്തു, എന്നാൽ പ്രതിപട്ടികയിൽ ഇവരെ ആരുടെയും പേരില്ല. ഈ കാസിമിന്റെ ഫോൺ അടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി, എന്നാൽ തെളിവുകളൊന്നും തന്നെയും കണ്ടെത്താനായില്ല. നിരപരാധിയായ തന്നെ ഈ പോലീസ് അകാരണമായി ഈ കേസിൽ കുടുക്കുകയാണ് എന്ന തരത്തിലുള്ള വാദമുഖങ്ങൾ കാസിം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള തെളിവുകളും കാസിമിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഈ പോലീസിനോട് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അടിയന്തരമായി നൽകണമെന്ന്. പക്ഷേ ഈ കേസ് പരിഗണിക്കുമ്പോഴൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്ന് നിസ്സഹകരണ സമീപനമാണ് ഈ കേസ് പരിഗണിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നത്. കാരണം കാലാകാലങ്ങളായി നീട്ടിവെക്കുക എന്നുള്ള ഒരു പ്രവണതയുമായാണ് ഈ പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ നിലപാട് തന്നെ ഇന്ന് കോടതിയിൽ അവർ ഉന്നയിച്ചു. പക്ഷേ പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. ഇന്ന് 2:30 കേസ് പരിഗണിക്കുമ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന അന്ത്യശാസനമാണ് കോടതി നൽകിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് വീണ്ടും കേസ് പരിഗണിക്കും, റിപ്പോർട്ട് പോലീസ് സമർപ്പിക്കും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈഫു PC.